ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ. എല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണ് ഒരുപാട് തടി വയ്ക്കും എന്നുള്ള പേടി കൊണ്ട് കുറച്ച് മാത്രം ചോറ് കഴിക്കുക എന്നുള്ളത്. ആ ഒരു പേടി ഇനി ആർക്കും വേണ്ട കേട്ടോ. കിലോ കണക്കിനല്ല, എത്ര തന്നെ വയറ് നിറച്ച് ചോറ് കഴിച്ചാലും ഇനി തടി വെക്കില്ല നിങ്ങൾ ഇതുപോലെയാണ് ചെയ്യുന്നത് എങ്കിൽ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ വീട്ടിൽ സാധാരണ ഇതുപോലുള്ള ചിരട്ടകളൊക്കെ ഒരുപാട് ഉണ്ടാകുമല്ലേ. അതിൽ കുറച്ചൊക്കെ നമ്മൾ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കും, കുറച്ചൊക്കെ നമ്മൾ വലിച്ചെറിയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ അതിൽ കുറച്ച് ചിരട്ടയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് തിളച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് സമയത്തേക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ചിരട്ടയുടെ മുകളിലുള്ള ഭാഗവും ചിരട്ടയുടെ ഉൾഭാഗവും നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് തന്നെ നമ്മുടെ ഈ ഒരു ചിരട്ടയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. അപ്പോൾ അതിൽ 2 ചിരട്ട ഞാൻ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഹോൾസിലെ ചിരട്ടയും അല്ലാത്ത ചിരട്ടയും ഞാൻ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയും കൂടെ എടുക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കി ഉണക്കി നമ്മുടെ ചിരട്ടകൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ഹോൾസുള്ള ചിരട്ട നമുക്ക് ഒന്നും കൂടി ഒന്ന് തുളച്ചൊന്ന് ഹോൾസ് ഇട്ട് എടുക്കാം. ഇങ്ങനെയുള്ള ചിരട്ടകൾ നമുക്ക് നല്ലൊരു ഫണലായിട്ട് ഉപയോഗിക്കാം. അതായത് വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലുള്ള ചിരട്ട കൊണ്ട് ഫണൽ തയ്യാറാക്കിയിട്ട് നമുക്ക് മണ്ണെണ്ണയോ ഓയിലോ പോലുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ബോട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിക്കണം എന്നുള്ള സാഹചര്യത്തിലൊക്കെ പുറത്തൊക്കെ നമുക്ക് ചിന്താണ്ട് കൊണ്ട് ഇതുപോലെ നല്ലൊരു ഫണൽ ചിരട്ട നമുക്ക് നല്ലൊരു ഫണലാക്കിയിട്ട് നമുക്ക് അങ്ങനെയുള്ള ആവശ്യത്തിനും ഉപയോഗിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചിരട്ട മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബാക്കിയുള്ള ചിരട്ട ഉണക്കിയത് ഞാൻ ഇതുപോലെ എൻ്റെ അരിയുള്ള പാത്രത്തിലേക്കും അതുപോലെ തന്നെ ഗോതമ്പ്, റവ ഇതുപോലുള്ള പാത്രത്തിലേക്കൊക്കെയാണ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സാധാരണഗതിയിൽ അരി ഇളക്കാനൊക്കെ നമ്മൾ വേറെ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇനി അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ചിരട്ടയൊന്ന് ഉപയോഗിച്ച് നോക്കൂ. മാസക്കണക്കിന് നമ്മൾ എടുത്ത് വെക്കുന്ന അരിയിലും വണ്ട് കയറാണ്ട് കൊണ്ടും നല്ലൊരു അളക്കുന്ന പാത്രമായിട്ടും വണ്ട് കയറാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ചിരട്ട ഉപയോഗിക്കാം. അതുപോലെ തന്നെയാണ് മൈദ മാവ്, അതുപോലെ തന്നെ ഗോതമ്പ് പൊടി, അരിപ്പൊടി എന്ത് തന്നെയാണെങ്കിലും നമ്മൾ പൊടിച്ചു വെച്ചാൽ വേഗത്തിൽ വണ്ടോ ചെള്ളോ ഒക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ മാവൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിരട്ട ഇട്ട് വെക്കുകയാണെങ്കിൽ രണ്ടുണ്ട് കാര്യം, നമുക്ക് വണ്ടും കയറില്ല, അതുപോലെ തന്നെ ഇതുപോലുള്ള അരി മാവ് എന്ത് തന്നെയാണെങ്കിലും എടുക്കാൻ നമുക്ക് നല്ലൊരു പാത്രമായിട്ട് നമ്മുടെ ചിരട്ട ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല അടിഘനമുള്ള നല്ല കട്ടിയുള്ള ചിരട്ട തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലുള്ള ചിരട്ടയുടെ ചകിരിയാണ്. ഒരു തേങ്ങ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ നമുക്ക് വലിച്ചെറിയാൻ ബാക്കിയുണ്ടാവില്ല. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു കാര്യം തന്നെയാണല്ലേ ഈ ഒരു തേങ്ങ. അപ്പോൾ ആ തേങ്ങയുടെ ചകിരി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയൊരു കൈപ്പിടി അളവിലേക്ക് വെളുത്തുള്ളിയുടെ തോലും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് കായപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളിയുടെ തോലില്ലെങ്കിൽ ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഇടിച്ചാണെങ്കിലും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നാഫ്തലിൻ ബൗളാണ്. ഈ ഒരു നാഫ്തലിൻ ബൗൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. തേങ്ങയുടെ ചകിരി കത്തി വരുന്ന സമയത്ത് ആ ഒരു നാഫ്തലിൻ ബൗളും ചേർന്ന് കത്തുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഇട്ടത്. ഇനി നമുക്കിതൊന്ന് കത്തിച്ച് കൊടുക്കാവുന്നതാണ്. തേങ്ങയുടെ ചകിരി ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ നമുക്ക് കത്തിപ്പിടിക്കുകയും ചെയ്യും. അതിനുശേഷം അത്യാവശ്യം ഒന്ന് കത്തിപ്പിടിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു തീ ഒന്ന് കെടുത്തി കൊടുക്കാം. ആ ഒരു പുക നല്ല രീതിയിൽ തന്നെ ആ ഒരു തേങ്ങയുടെ ചകിരിയിൽ നിന്ന് പുകഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് ആ ഒരു കായപ്പൊടിയും വെളുത്തുള്ളിയുടെ തോലും നാഫ്തലിൻ ബൗളൊക്കെ ചേർന്ന് നന്നായിട്ടൊന്ന് പുകഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെയൊരു പുക നമ്മുടെ വീട്ടിലെ സന്ധ്യാസമയത്ത് നമ്മൾ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ മാറി മറിഞ്ഞുകൊണ്ടാണ് കാലാവസ്ഥയൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ സന്ധ്യാസമയത്ത് ഒരുപാട് കൊതുകിൻ്റെയും ഈച്ചയുടെയും ഒക്കെ ശല്യം ഉണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇതുപോലൊന്ന് റെഡിയാക്കി നമ്മുടെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊതുകിൻ്റെയോ പൊടിച്ചകളുടെയോ ഒന്നും ശല്യം ഉണ്ടാവില്ല. ധൈര്യമായിട്ട് കുട്ടികളുള്ള വീടാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കടയിൽ നിന്നും കണ്ട കെമിക്കൽസ് ഒക്കെ വാങ്ങാണ്ട് കൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ടും അടി നല്ല കട്ടിയുള്ള ചിരട്ട തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ അതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ നല്ല മഴയുള്ളൊക്കെ സമയമായതുകൊണ്ട് തന്നെ നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കറണ്ടൊക്കെ പോവാറുണ്ടല്ലേ. അങ്ങനെ നമ്മൾ മെഴുകുതിരി കത്തിക്കുന്ന സമയത്ത് ഇതുപോലെ ചിരട്ടയിൽ കത്തിച്ച് വെക്കുകയാണെങ്കിൽ ആ ഒരു മെഴുകുതിരി ഒലിച്ച് വീണ്ടും ആ ഒരു ചിരട്ടയിലേക്ക് വരികയും നമുക്കതിലൊരു തിരിയിട്ട് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അല്ലാണ്ട് കൊണ്ട് നമ്മൾ ടേബിളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രത്തിലൊക്കെ ഇട്ടിട്ടാണ് കത്തിക്കുന്നതെങ്കിൽ അത് നമുക്ക് വെറുതെ പാഴായി പോവും. വീണ്ടും നമ്മൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയും ആയിരിക്കും. അപ്പോൾ ഇനി മെഴുകുതിരി കത്തിക്കുമ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചിരട്ടയാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 റബ്ബർ ബാൻഡാണ്. അത് നമുക്ക് ഇതുപോലെ ക്രോസ് ആയിട്ട് നമ്മുടെ ചിരട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇതുപോലെ 2 റബ്ബർ ബാൻഡ് നമുക്കിങ്ങനെ ക്രോസ് ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത്. നമ്മൾ കിച്ചണിലെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ
എപ്പോഴും ആ ഒരു നനവോട് കൂടി ഇരിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു സ്ക്രബ്ബേഴ്സൊക്കെ. അതുപോലെ തന്നെ നിറയെ ബാക്ടീരിയസൊക്കെ വരാനും കാരണമാകും. അങ്ങനെ നമ്മൾ ഹൈജീനിക് ഇല്ലാണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് രോഗങ്ങളും ഉണ്ടാകും. അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു സ്ക്രബ്ബറൊക്കെ ഈറനില്ലാണ്ട് നല്ല ഡ്രൈ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു ചിരട്ട തയ്യാറാക്കി അതിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ നല്ല ഹൈജീനിക് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല നമ്മൾ തുണി അലക്കാൻ ഉപയോഗിക്കുന്ന സോപ്പാണെങ്കിലും പാത്രം കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോപ്പാണെങ്കിലും കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോപ്പാണെങ്കിലും ഇതുപോലൊരു ചിരട്ട നമ്മൾ റബ്ബർ ബാൻഡ് വെച്ച് തയ്യാറാക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസത്തേക്ക് നമ്മുടെ സോപ്പൊക്കെ അലുത്ത് പോവാണ്ട് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പാത്രം കഴുകുന്ന സോപ്പൊക്കെ ആണെങ്കിൽ വേഗത്തിൽ തന്നെ നമുക്ക് അലുത്ത് പോകൂലേ, എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതുപോലൊരു ചിരട്ട തയ്യാറാക്കി അതിൻ്റെ മുകളിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ തമ്മിലിൽ കണ്ടതുപോലെ എത്ര തന്നെ ചോറ് കഴിച്ചാലും ഇനി തടി വെക്കില്ല. മാത്രമല്ല നമ്മൾ ദിവസം വെക്കുന്ന ചോറ് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ മാസം തോറും നല്ലൊരു എമൗണ്ട് ഓഫ് ഗ്യാസ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ചോറിനുള്ള അരി നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് എടുക്കാം. ഞാനിവിടെ ഈ ഒരു ബൗളിലാണ് കേട്ടോ അളന്നെടുക്കുന്നത്. നല്ല വേവുള്ള റേഷൻ പുഴുങ്ങലരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ഒരു ബൗൾ അളവിലേക്കാണ് എടുത്തിരിക്കുന്നത്. ആദ്യമേ നമുക്ക് പച്ചവെള്ളത്തിൽ നമ്മുടെ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 2 തവണയും കൊണ്ട് നമ്മുടെ അരി നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഞാനിവിടെ തിളച്ച വെള്ളത്തിൽ തന്നെ ഒരു 5-6 ടൈമാണ് കേട്ടോ അരി കഴുകിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ ഒരു 2 തവണ തിളച്ച വെള്ളത്തിൽ കഴുകിയാൽ മതിയാകും. തിളച്ച വെള്ളത്തിൽ കഴുകുമ്പോൾ കൈയിടാണ്ട് മാത്രം നിങ്ങൾ സൂക്ഷിച്ചാൽ മതിയാകും. ഒരു സ്പൂണോ കരണ്ടിയോ ഉപയോഗിച്ച് നമുക്ക് കഴുകിയാൽ മതിയാകും. ഈ ഒരു രീതിയിൽ നമ്മൾ അരി കഴുകുമ്പോൾ വേഗത്തിൽ തന്നെ നമ്മുടെ അരി കുതിർന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ അരി കുക്ക് ചെയ്യുന്ന സമയത്ത് വേഗത്തിൽ തന്നെ നമ്മുടെ അരി വെന്ത് കിട്ടുകയും ചെയ്യും. ഞാനിവിടെ നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 4-5 തവണ തന്നെ എൻ്റെ അരി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അരി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കറിലേക്കാണ് മാറ്റേണ്ടത്. നന്നായിട്ട് ഊറ്റിയെടുത്തിട്ട് വെള്ളമില്ലാണ്ട് കൊണ്ട് വേണം നമുക്ക് ഈ ഒരു അരി കുക്കറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ എടുത്ത് നമ്മുടെ അരി ഇവിടെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിലേക്ക് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കുക്കറിൽ നമ്മൾ അരിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന പരുവത്തിലായതിന് ശേഷമാണ് നമ്മൾ കഴുകിയെടുത്ത അരി ഇടാൻ വേണ്ടിയിട്ട്. കുക്കറിൽ നമുക്കിതാ ഇപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്, അതായത് തിളയ്ക്കുന്നൊരു പരുവം ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നമ്മുടെ അരി ആ ഒരു വെള്ളത്തിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമുക്ക് മെയിനായിട്ടുള്ള താരം നമ്മുടെ അരിയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ ചിരട്ട നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കഷ്ണം ചിരട്ട നമ്മൾ ചോറിലേക്ക് ഇട്ട് കൊടുക്കാം, അതായത് അരിയിലേക്ക് ഇട്ട് കൊടുക്കാം. എത്ര വേവുള്ള അരിയാണെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മൾ ചിരട്ട ഇടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചോറ് വെന്ത് കിട്ടും. മാത്രമല്ല കൊളസ്ട്രോളും നമുക്ക് ഇല്ലാണ്ടാകും. അതുപോലെ തന്നെ ആവശ്യത്തിന് നമുക്ക് വയറ് നിറച്ച് തന്നെ ചോറ് ധൈര്യമായിട്ട് കഴിക്കാം. അതുപോലെ തന്നെ കുക്കർ നമ്മൾ മൂടിയിട്ട് ആ ഒരു പ്രഷർ നമുക്ക് ആ ഒരു വെയിറ്റ് വാൾ വെക്കുന്ന അവിടുത്തെ വരുന്നത് വരയ്ക്കും നമ്മൾ വെയിറ്റ് വാൾ വെക്കാൻ പാടില്ല, കുക്കറിൻ്റെ വിസിൽ വെക്കാൻ പാടില്ല. നന്നായിട്ട് ഈ ഒരു ഭാഗത്ത് പ്രഷർ വന്നതിന് ശേഷം നമ്മൾ ആ ഒരു വിസിൽ അല്ലെങ്കിൽ ആ ഒരു വെയിറ്റ് വാൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ തന്നെ ആ ഒരു വിസിൽ വരുന്നതായിരിക്കും. ആ ഒരു വിസിൽ വരുന്നതോടെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അത്ര തന്നെ നല്ല വേവുള്ള നമ്മുടെ ചോറ് നന്നായിട്ട് തന്നെ വേവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് മാസം തോറും നല്ലൊരു എമൗണ്ട് ഓഫ് ഗ്യാസ് സേവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ആ കുക്കറിൽ ഒറ്റ വിസിലുകൊണ്ട് തന്നെ നല്ല വേവുള്ള അരി നമ്മൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ അളവിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചോറ് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ കഞ്ഞിവെള്ളം ഊറ്റാനും ഉണ്ടാകും. അത്ര തന്നെ നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. തുടക്കക്കാർക്കൊക്കെ ഏറ്റവും പേടിയുള്ള ഒരു കാര്യമാണല്ലേ ചോറ് വെന്ത് കഴിഞ്ഞാൽ അത് ഊറ്റിയെടുക്കുമ്പോൾ മേലെയൊക്കെ ആകുമോ എന്നുള്ളൊരു പേടി. അങ്ങനെയുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചോറ് ഊറ്റിയെടുക്കാനുള്ള ഒരു മെത്തേഡാണ് കേട്ടോ ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഇതുപോലുള്ള പാത്രം എല്ലാവരുടെ വീട്ടിലും കാണൂല്ലേ. കുക്കറിലെ ചോറ് നമ്മൾ അതിലേക്കൊന്ന് തട്ടിയാൽ മാത്രം മതി. ചോറ് ഊറ്റുമ്പോൾ ഉള്ള ആ ഒരു പേടി ഇല്ലാണ്ട് കൊണ്ട് നല്ല രീതിയിൽ തന്നെ അതിലെ കഞ്ഞിവെള്ളമൊക്കെ വാർന്ന് നമ്മുടെ ചോറ് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു കഞ്ഞിവെള്ളമൊക്കെ വാർന്ന് നമ്മുടെ ചോറ് നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ ചോറ് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേടിയില്ലാണ്ട് കൊണ്ട് വയറ് നിറയെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല എത്ര വേവുള്ള അരിയാണെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മുടെ ചോറ് വെന്ത് കിട്ടും. അതുമൂലം തന്നെ മാസം തോറും നല്ലൊരു എമൗണ്ട് ഗ്യാസ് സേവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.